എല്ലുകളുടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയും ഉൾപ്പെടെ ആരോഗ്യത്തിന്റെ വിവിധ വശങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ക്ഷീണം, നടുവേദന, മുടികൊഴിച്ചിൽ, മുറിവുണങ്ങൽ, വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങി വിറ്റാമിൻ ഡിയുടെ കുറവ് പല വിധത്തിൽ പ്രകടമാകാം. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയങ്ങളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് കൂടുതൽ അനുഭവപ്പെട്ടേക്കാം. ഹായ് ഫ്രണ്ട്സ്, ലോ ഹെൽത്തി ലൈഫിലേക്ക് സ്വാഗതം. എന്നാൽ വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളായ ഭക്ഷണങ്ങൾ ഏവയെന്ന് നമുക്ക് നോക്കാം. ഫാറ്റി ഫിഷ്, സാൽമൺ, അയല, മത്തി എന്നിവ വിറ്റാമിൻ ഡിയാൽ സമ്പന്നമാണ്. അതിനാൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കോഡ് ലിവർ ഓയിൽ, വിറ്റാമിൻ ഡിയുടെ ഒരു മികച്ച ഉറവിടങ്ങളിൽ ഒന്നാണ് കോഡ് ലിവർ ഓയിൽ. ഇത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നിവയുടെയും ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെയും ഉറവിടമാണ്. മുട്ടയുടെ മഞ്ഞക്കുരു, മുട്ടയുടെ മഞ്ഞക്കുരുവിൽ കുറച്ച് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അളവ് വ്യത്യാസപ്പെട്ടിരിക്കാം. മുട്ടയുടെ മഞ്ഞക്കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂൺ, ചിലയിനം കൂണുകളിൽ വിറ്റാമിൻ ഡി ധാരാളമുണ്ട്. ആ കൂണുകൾ കഴിക്കുന്നത് വിറ്റാമിൻ ഡി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഫോർട്ടിഫൈഡ് ഫുഡ്സ്, പോഷകങ്ങൾ ചേർത്ത ഭക്ഷണങ്ങളാണ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ഇത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുവാനും സഹായിക്കും. പാൽ, ഓറഞ്ച് ജ്യൂസ്, ധാന്യങ്ങൾ, തൈര് തുടങ്ങി പല ഭക്ഷണങ്ങളിലും വിറ്റാമിൻ ഡി വളരെയധികം അടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്നിരുന്നാലും മിക്ക ആളുകളുടെയും വിറ്റാമിൻ ഡിയുടെ പ്രാഥമിക ഉറവിടം സൺലൈറ്റ് തന്നെയാണ്. പരിമിതമായ സൂര്യപ്രകാശമോ ഭക്ഷണ നിയന്ത്രണമോ ഉള്ള വ്യക്തികൾക്ക് ഭക്ഷണവും സപ്ലിമെന്റ്സും ആവശ്യമായി വന്നേക്കാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിറ്റാമിൻ ഡി കഴിക്കുന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.